ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് കിച്ചൺ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആവിയിൽ വെച്ച് ഒരു അടിപൊളി കേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ. ഇനി നമുക്ക് ഒരു 2 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ശർക്കരയാണ്. ശർക്കര എടുക്കുന്ന സമയത്ത് നിങ്ങൾ കട്ടിയുള്ള ശർക്കരയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ശർക്കരയും ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് നുറുക്കിയെടുക്കണം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ലിക്വിഡായിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ശർക്കരയാണ്. അപ്പോൾ ഇതെനിക്ക് ഉരുക്കേണ്ട ഒരാവശ്യമില്ല. ഇതാണെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്താലും മതി. അടുത്തതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് പാലാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് പാലാണ്. ഇനി നമുക്കിത് ശർക്കരയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് എണ്ണയാണ്. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലപോലെ എടുക്കാം. അതിപ്പോൾ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കട്ടകളൊന്നും കളയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് അടിച്ചെടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലപോലെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ ബാറ്റർ ഇരിക്കാനായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് ആ പാത്രത്തിൽ നമുക്ക് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലത്തെ കുഞ്ഞു പാത്രങ്ങളിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പാത്രത്തിലും ബേക്ക് ചെയ്യാം. വലിയ പാത്രത്തിൽ ബേക്ക് ചെയ്താൽ നമുക്കത് വേവിച്ചെടുക്കാനായിട്ട് ഇച്ചിരി ഏറെ സമയം എടുക്കും. ഇതുപോലത്തെ കുഞ്ഞു പാത്രങ്ങളാണെങ്കിൽ പെട്ടെന്നാണ്. അപ്പോൾ ഞാനിവിടെ നെയ്യെല്ലാം സ്പ്രെഡ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിൽ നിറയെ ഒഴിക്കരുത്, കാരണം ഇതിന് നല്ലപോലെ പൊങ്ങി വരുന്ന സമയത്ത് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ കേക്ക് വല്ലാതാവും. അപ്പം ഞാനിതിപ്പം എല്ലാ പാത്രത്തിൻ്റെയും പകുതിയെ നിറയ്ക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ ബാറ്റർ പാത്രത്തിൽ നിറച്ച് കഴിഞ്ഞു. ഇനി അതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ എയർ വല്ലം ഫില്ലായി നിൽപ്പുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. അടുത്തതായിട്ട് ഈ കേക്കിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നട്ട്സ് എടുക്കുന്ന സമയത്ത് ബദാം തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ടോ കപ്പലണ്ടിയോ ഒക്കെ എടുക്കാം. വേണമെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തും ഇടാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ബദാം മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ മൊത്തം ഇട്ട് കഴിഞ്ഞ് നമുക്ക് സ്റ്റീമർ എടുക്കാം. സ്റ്റീമറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ മൊത്തം വെച്ച് കൊടുക്കാം. നമ്മൾ ബാറ്റർ മൊത്തം സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്.
ഇതിനി ഒരു അരമണിക്കൂർ അടച്ചു വെച്ച് വേവിക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇനി നിങ്ങളെല്ലാം കൂടെ ഒരു പാത്രത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോളം അത് എടുക്കും. ഇതാണെങ്കിൽ പെട്ടെന്നാണ്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേണ്ട, ഞാനിവിടെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നല്ലപോലെ വെന്തോന്നറിയാൻ ഒരു ഫോർക്ക് വെച്ചോ ടൂത്ത് പിക്ക് വെച്ചോ നടുഭാഗത്തൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പം എൻ്റെ ഇവിടെ ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് വെളിയെടുക്കാം. അപ്പോൾ ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം ആ നെയ്യുടെയും കേക്കിൻ്റെയും എല്ലാം കൂടെ ഒരു നല്ല മണം വരുന്നുണ്ട്. ഇതിന് നമുക്ക് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വേണ്ട, നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ തണുത്തു. ഇനി ഒരു കേക്ക് ഞാൻ എടുത്ത് കാണിക്കാം. നെയ്യ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കേക്കിങ് ഇളകി വന്നു. അപ്പോൾ വേണ്ട, കണ്ടില്ലേ, നമ്മുടെ കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. ഞാനിതിനെ ഒന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ വേണ്ട, നമ്മുടെ കേക്ക് വേണ്ട കണ്ടില്ലേ, നല്ല പോലെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും അതേപോലെ ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.